ബ്യൂട്ടിഫുൾ. ജനങ്ങളാ എന്ന ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ച ചാപ്റ്റർ ആണ് അല്ലെ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്താലോ? യെസ്, ആദ്യം തന്നെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഷ്യൂർ ക്വസ്റ്റ്യൻ ആണ്, ജനാധിപത്യം ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ. ഇറ്റ് ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് പീപ്പിൾ themselves or their elected representatives make decision in the administrative matters. ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത് അല്ലെ. ജനങ്ങളുടേതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. നമ്മളോ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ലീഡേഴ്സും ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ജനാധിപത്യം ഡെമോക്രസി എന്ന് പറയുന്നത്. ഇനി നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, 2 പോയിന്റ് പഠിച്ചാൽ മതി. ഡയറക്റ്റ് ഡെമോക്രസിയും ഇൻഡയറക്റ്റ് ഡെമോക്രസിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്ന് പറയുന്നുണ്ട്. ഇൻഡയറക്റ്റ് ഡെമോക്രസി നമ്മൾ എങ്ങനെയാ പറയുന്നത്, റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി എന്നാണ് പറയുന്നത്. ലെസ് പോപ്പുലേറ്റഡ്, കുറച്ച് ആളുകളുള്ള കൺട്രി ആണെങ്കിലും നമുക്ക് അവിടെ ഏറ്റവും നല്ലത് ഡയറക്റ്റ് ഡെമോക്രസി ആണ്. കുറേ ആളുകളുള്ള കൺട്രി ആണെങ്കിലോ ഇൻഡയറക്റ്റ് ഡെമോക്രസി ആണ് നല്ലത്. പീപ്പിൾ ആർ ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് അല്ലെ. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ചർച്ച വിഷയങ്ങളിലും പീപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ഡെമോക്രസിയിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. പക്ഷേ റെപ്രസെന്റേറ്റീവ് ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ റൂൾ ഓൺ ദ ബിഹാഫ് ഓഫ് ദ പീപ്പിൾ അല്ലെ. നമ്മളെ തിരഞ്ഞെടുത്ത ആൾക്കാരാണ് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഭരണം നടത്തുന്നത്. അതാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. സിറ്റിസൺ ഹാവ് ദ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ്. ഇവിടെ എല്ലാ ആൾക്കാർക്കും ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ ഡിസിഷൻസ് ആരാ എടുക്കുന്നത്, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ലീഡേഴ്സ് ആണ്. ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞല്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ആൾക്കാർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചില്ലേ, അവരായിരിക്കും നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുക. ഇനി ഉറപ്പായിട്ടും 100% ഉറപ്പ് തരികയാണ്, ഡെമോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിട്ട്, ഡെമോക്രസി അല്ലെ നമ്മുടെ ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഇതേപോലെ ചിലപ്പോൾ ഒരു ടേബിളൊക്കെ തന്നിട്ട് ഫില്ല് ചെയ്യാനായിരിക്കും കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്? സുപ്രീം പവർ ബിലോങ്സ് ടു ദ പീപ്പിൾ. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് അല്ലെ, നമ്മൾ ജനങ്ങളാണ് ഫുൾ അധികാരവും ഉള്ളത്. സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ്, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസും ഇവിടെ നടക്കുന്നുണ്ട്. ആൻഡ് ഒപ്പോസിഷൻ ഹെൽപ്പിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് ദ ഗവൺമെന്റ് ത്രൂ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു പ്രതിപക്ഷത്തെയും നമുക്ക് എവിടെ കാണാം, നമ്മളുടെ ഡെമോക്രസിയിൽ കാണാം. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ചയാണ് ഡെമോക്രസിയിലുള്ളത്. റൂൾ ഓഫ് ലോ, എല്ലാവരും നിയമത്തിന് മുമ്പിൽ ഈക്വൽ ആണ്, അതാണ് ഡെമോക്രസിയിൽ കാണുന്നത്. ഇൻഡിപെൻഡന്റ് മീഡിയ ദാറ്റ് ഹെൽപ് ടു കണക്ട് ദ പീപ്പിൾ ആൻഡ് ദ ഗവൺമെന്റ്. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങളെയും നമുക്ക് കാണാം. സ്വതന്ത്രവും നിക്ഷേപവുമായ നീതിന്യായ വ്യവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ആൻഡ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറിയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 100% ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി ഒരൊറ്റ കാര്യം നോക്കാനുണ്ട്, വേരിയസ് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ അല്ലെ. ഇലക്ഷന്റെ പല സ്റ്റേജസ് ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. അപ്പൊ ആദ്യത്തത് എന്താണ്, നമ്മുടെ ഇലക്ഷൻ ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നു, എന്നിട്ട് ഇലക്ഷൻ വരാനായിട്ടുണ്ട് എന്നൊരു അറിയിപ്പ് കിട്ടുന്നു, നോട്ടിഫിക്കേഷൻ വരുന്നു, എന്നിട്ട് നമ്മൾ ഇലക്ഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു നോമിനേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സമർപ്പിക്കുന്നുണ്ട്. ഇനി അത് സ്ക്രൂട്ടിനി ചെയ്യുന്നതാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് പിന്മാറണമെങ്കിൽ ആ ഒരു നോമിനേഷൻ വിഡ്രോ ചെയ്യുന്നു. പിന്നീട് ഇങ്ങനെ സിന്ദാബാദ് ജയ് ഒക്കെ വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ഷൻ ക്യാമ്പയിന് വിജയിക്കാൻ വേണ്ടിയിട്ട് ക്യാമ്പയിന് പോകുന്നു. ആൻഡ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ഷനിൽ പോയിട്ട് വോട്ട് നമ്മൾ വിരലൊക്കെ വെച്ച് വോട്ട് ചെയ്യുന്നു, പോളിംഗ് ചെയ്യുന്നു, കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്. ആൻഡ് അവസാനം എന്താണ് സംഭവിക്കുന്നത്, യെസ്, വോട്ട് കൗണ്ട് ചെയ്തിട്ട് നമ്മളുടെ റിസൾട്ട് അങ്ങ് പറയുന്നു അല്ലെ. റിസൾട്ട് പറഞ്ഞാൽ പിന്നെന്താ, ഫുൾ പൂരം തന്നെയാണ് അല്ലെ. അപ്പൊ ഈ സ്റ്റേജസ് കൃത്യമായിട്ട് പഠിക്കുക. ഇത്രയും സ്റ്റേജസ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വരെ നമ്മളുടെ ഇലക്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇലക്ഷനൊക്കെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല, കാരണം നമുക്ക് ഇപ്പൊ ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതാ ഒരൊറ്റ ചോദ്യം കൂടി നിങ്ങൾ പഠിക്കണം. ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു. ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻസ് എന്താണ്? ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഭരണകർത്താക്കളെ ഇത് വളർത്തിയെടുക്കുന്നു. റൂളേഴ്സ് ആർ മൗൾഡഡ്. തിരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങളാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ
ഓൾ ആർ റെപ്രസെന്റഡ്, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നതാണ് നമ്മളുടെ ഇലക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഡെമോക്രസിയെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, എഡ്യൂക്കേറ്റ് വോട്ടേഴ്സ്, വോട്ടർമാരെ ബോധവൽക്കരിക്കാനും നമ്മളുടെ ഇലക്ഷന് സഹായിക്കാറുണ്ട്, ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ, തിരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ, ഇത് കൂടെ പഠിച്ചാൽ നമ്മുടെ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്ന ചാപ്റ്റർ സെറ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. സൂപ്പർ ആയിട്ട് എഴുതുക. നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോസും ഷോർട്സും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ്സും സാറും ഒക്കെ പറഞ്ഞു തരും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ ഈ വീഡിയോ ലൈക്ക് കൂടെ ചെയ്യുക.